ഈ പുതിയ എപ്പിസോഡിലേക്ക് ഈശോയുടെ കൂട്ടുകാരായ നിങ്ങൾക്ക് സ്വാഗതം. ഈശോയുടെ നല്ല കൂട്ടുകാരെ, എന്തോ നിങ്ങൾക്ക് സുഖമാണോ? സിസ്റ്റർ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, നിങ്ങളെ ദൈവം വിളിച്ചിട്ടുണ്ടോ? അറിയത്തില്ല അല്ലേ? ഒരു ഡൗട്ട് ഉണ്ടല്ലേ? എപ്പോഴെങ്കിലും ദൈവം നിങ്ങൾ വിളിച്ചിട്ടുണ്ടോ? അല്ല സ്വപ്നത്തിലോ? നമ്മള് വചനത്തിൽ കാണുന്ന കുഞ്ഞു സാമ്യലിനെ ദൈവം വിളിച്ചു, അതുപോലെ വിളിച്ചിട്ടുണ്ടോ? അറിയത്തില്ല അല്ലേ? നമുക്ക് നോക്കാം. അപ്പൊ ഇന്ന് നമുക്ക് ഈ ദൈവവിളിയെ കുറിച്ച് ഒന്ന് ചിന്തിച്ചാലോ? അല്ലെ, ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണ്ടേ? നിങ്ങൾ ദൈവത്തിന്റെ നല്ല മക്കളല്ലേ? അപ്പം ദൈവം വിളിച്ചിട്ടുണ്ടോ എന്ന് അറിയണ്ടേ? ഇനി ഇത് ദൈവം വിളിച്ചിട്ടുണ്ടോ ഇല്ലയോ, ഇനി വിളിക്കാൻ പോകുന്നേ ഉള്ളൂ എന്ന് അറിയുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ കളി കളിച്ചാലോ? വ്യക്തി ജീവിതത്തിൽ ദൈവവിളിയുടെ പ്രാധാന്യം ഒരു ചെറിയ ഗെയിമിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ നിങ്ങൾ കുറെ സാധനങ്ങൾ കാണുന്നുണ്ടല്ലേ? ഓക്കെ, ഇപ്പൊ നമ്മളൊരു ചെറിയ ഗെയിം കളിക്കാൻ പോവാണ്. ഇനി ഈ ഗെയിമിന് സിസ്റ്ററിന് 4 പേരെ വേണം. അതിനു മുമ്പ് സിസ്റ്റർ ഇതിന്റെ റൂൾസ് പറഞ്ഞുതരാം. ആദ്യമേ 2 പേര് മുമ്പോട്ട് വരുന്നു. ഓക്കെ, എന്നിട്ട് ഇവിടെ ഈ ബൗളിനകത്ത് കുറച്ച് ക്ലിപ്സ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലുള്ള ക്ലിപ്പ് എടുക്കാം. പക്ഷേ ക്ലിപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 1 മിനിറ്റ് ടൈം തരും. ആ 1 മിനിറ്റ് കൊണ്ട് ഈ ക്ലിപ്പിൻ്റെ കളർ ഏതാണോ ആ കളറിലുള്ള ബോൾസ് മാത്രം ക്ലിപ്പിൻ്റെ ഹെൽപ്പ് കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് ഇടണം, ഈ എംറ്റി ബൗളിലേക്ക്. മനസ്സിലായോ? മനസ്സിലായില്ല എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ ഇനി ആദ്യമായിട്ട് നമുക്ക് 2 ഗേൾസിന് ചാൻസ് വെക്കാം. 2 ഗേൾസ് പെട്ടെന്ന്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലിപ്പ് എടുത്ത് ആദ്യമേ ഏത് കളർ വേണമെങ്കിലും എടുത്തോ. സിസ്റ്റർ സ്റ്റാർട്ട് എന്ന് പറയും. എന്നിട്ട് ഈ കളറിലെ ക്ലിപ്പിൽ ഈ കളറിലെ ബോൾ എടുക്കണം, മോൾ ഈ കളറിലെ ബോൾ എടുക്കണം. ഓക്കെ, സോ 1 2 3 ഗോ. കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. ഓക്കെ, സ്റ്റോപ്പ്. അപ്പോൾ ഇവർക്ക് നല്ലൊരു കയ്യടി കൊടുത്തേ. ചെല്ലു പോയിരുന്നു കേട്ടോ. താങ്ക് യു. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, പിന്നീട് സിസ്റ്റർ ചോദിക്കും. ഇവിടെ ഒരു ബൗളിനകത്ത് പിങ്ക് കളറും ഇപ്പുറത്തെ പല കളേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കുകയല്ലേ? ഫൈൻ. ഇനി അടുത്ത 2 പേര് 2 ബോയ്സ് പെട്ടെന്ന് എഴുന്നേറ്റോ. ഇനി ആ 2 ക്ലിപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലിപ്പ് എടുത്തോ, ബൗളിനകത്ത് വെച്ച്. ഓക്കെ, റെഡി? 1 2 3 ഗോ. കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. പോരാ, നന്നായി കൈയടിക്കും. സ്റ്റോപ്പ്. നല്ലൊരു കൈയടി കൊടുത്ത് ഇവർക്ക്. നന്നായി കളിച്ചു. വെരി ഗുഡ്. തിരിച്ചു പോയിരുന്നു. ഓക്കെ, ഈ കളിയിലൂടെ നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? ഇവരെന്താ ശരിക്കും ചെയ്തേ? ക്ലിപ്പ് കൊണ്ട് ആ ക്ലിപ്പിൻ്റെ കളറിലുള്ള തെർമോകോൾ ബോൾസ് ഇവർ ക്ലിപ്പിൻ്റെ സഹായം കൊണ്ട് എടുത്ത് മറ്റേ ബൗളിലേക്ക് ഇട്ടു. അപ്പോൾ ഈ ക്ലിപ്പ് നമ്മൾ ഓരോരുത്തരാണ്. ഈ ക്ലിപ്പിന് നിയോഗിച്ചിരിക്കുന്ന കളറിലുള്ള ബോൾസ് ആണോ എടുക്കാൻ പറഞ്ഞേ? അപ്പം നമുക്ക് ഓരോരുത്തരും ദൈവം ഒരു വിളി തന്നിട്ടുണ്ട്, ഒരു മിഷൻ തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പം ദൈവം എന്തിനാണോ നമ്മളെ വിളിച്ചിരിക്കുന്നത് അത് നിറവേറ്റാനാണ് ദൈവം നമ്മൾ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ദൈവവിളി വ്യത്യസ്തമാണെന്നും അത് വ്യക്തിപരമായ തിരഞ്ഞെടുപ്പാണെന്നും മനസ്സിലായില്ലേ കൂട്ടുകാരെ? അതുകൊണ്ട് ഈ എപ്പിസോഡിൽ ദൈവവിളി എന്താണെന്നും അതെങ്ങനെ തിരിച്ചറിയണമെന്നും നമുക്കൊന്ന് ചിന്തിച്ചാലോ? നമ്മളിപ്പം ദൈവവിളിയെക്കുറിച്ച് അതിനോട് ബന്ധപ്പെട്ട ഒരു ഗെയിം കളിച്ചു. ഇനി ഈ ദൈവവിളി എന്ന് പറയുമ്പോൾ ഉടനെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന എന്നാ? ദൈവവിളി എന്ന് പറയുമ്പോൾ ഉടനെ നിങ്ങളുടെ സിസ്റ്റർ സാധാരണ ഇതുപോലെ നിങ്ങളെപ്പോലെ കുഞ്ഞു പിള്ളേരോട് ദൈവവിളി എന്ന് പറയുമ്പോൾ ഉടനെ അവരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സിസ്റ്റർ ആകാനും ഒരു അച്ഛനാകാനും ഒക്കെ അല്ലേ? അങ്ങനെയല്ലേ നിങ്ങളുടെ മനസ്സിൽ? ഇന്ന് നമ്മുടെ കൂടെ അങ്ങനെ ഒരു സിസ്റ്ററുണ്ട്. സിസ്റ്റർ നമുക്ക് സിസ്റ്ററിൻ്റെ ദൈവവിളിയെക്കുറിച്ച്, സിസ്റ്റർ എങ്ങനെയാണ് കണ്ടെത്തിയതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞുതരും. സിസ്റ്ററിൻ്റെ പേര് ഒന്നും സിസ്റ്റർ പറയുന്നില്ല, സിസ്റ്റർ സ്വയം നിങ്ങളെ പരിചയപ്പെടുത്തും. അപ്പോൾ ഈ സിസ്റ്ററിനെ നമ്മൾ കൈയടിച്ച് ക്ഷണിച്ചാലോ? Praise the Lord. Praise the Lord. സുഖമാണോ എല്ലാവർക്കും?
സിസ്റ്റർ എന്തിനാ ഇവിടെ നിൽക്കുന്നേന്ന് അറിയോ നിങ്ങക്ക്? എന്തിനാ നിൽക്കുന്നേ? ആ, ആരുടെ ദൈവവിളിയെ കുറിച്ച് ആണോ? എന്നാ സിസ്റ്റർ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ദൈവവിളി ഉണ്ടോ? ഉണ്ടോ? ആ, എന്നാ സിസ്റ്റർ അധികം സമയം പാഴാക്കാതെ സിസ്റ്ററുടെ ഒരു കൊച്ചു കഥ നിങ്ങളുമായി പങ്കുവെക്കുക. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത് ആരായിട്ടാ? എൻ്റെ പേര് സിസ്റ്റർ റിനി ലോറൻസ്, MSMI, മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ്, അല്ലെങ്കിൽ കൊളത്തുവേൽ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന സന്യാസിനി സമൂഹത്തിലെ ഒരു അംഗമാണ് സിസ്റ്റർ. ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ സിസ്റ്ററായിട്ട് നിൽക്കുമ്പോൾ പക്ഷെ കഥ പറയാൻ പോകുന്നത് സാധാരണ ഒരു റിനി എന്നൊരു പെൺകുട്ടിയുടെ കഥയാണ് സിസ്റ്റർ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്. എൻ്റെ വീട് ബോംബെയിലാണ്. ഇപ്പോൾ ബോംബെ എന്ന് കേട്ടപ്പോൾ പേടിച്ചോ നിങ്ങൾ? ബോംബെ കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിലൊരു സ്ഥലമാണ് ബോംബെ എന്നത്. സിസ്റ്റർ മലയാളി തന്നെയാണ്. സിസ്റ്ററുടെ പേരൻസ് തൃശ്ശൂരിൽ കുന്നംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചവരാണ്. അവിടെ താമസിച്ചിരുന്നു. പപ്പ ജോലിക്ക് വേണ്ടി, സിസ്റ്ററുടെ പപ്പ ജോലിക്ക് വേണ്ടി ബോംബെയിൽ പോയിട്ട് അങ്ങനെ അവിടെ സെറ്റിൽഡ് ആയതാണ്. സിസ്റ്ററുടെ വീട്ടിൽ പപ്പയും മമ്മിയും, സിസ്റ്ററിനൊരു ചേട്ടനാണുള്ളത്. ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ ഒരു കുഞ്ഞു കൊച്ചുമുണ്ട്. അപ്പോൾ ഞങ്ങൾ ആകെ 2 മക്കളാണുള്ളത്. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളിപ്പോൾ ഇരിക്കുമ്പോൾ സിസ്റ്ററുടെ ആ ചെറുപ്പകാലം ആലോചിക്കുക. ഇതുപോലെ കളർഫുള്ളായ ഡ്രസ്സൊക്കെ ഇട്ട് ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ സ്വപ്നങ്ങളില്ലേ? പഠിച്ച് വലിയ ആളാവണം. എൻ്റെ പപ്പയും മമ്മിയും കഷ്ടപ്പെട്ട് എന്നെ വളർത്തുന്നത്. അവരുടെ സ്വപ്നത്തിനൊത്ത് അപ്പോഴത്തെ സിസ്റ്ററുടെ ചിന്ത എന്തായിരുന്നു? എൻ്റെ മമ്മി പപ്പ എന്താഗ്രഹിക്കുന്നോ അതുപോലെ. എൻ്റെ മമ്മിക്ക് ആഗ്രഹം ഞാനൊരു ടീച്ചർ ആവണമെന്നായിരുന്നു. അപ്പം ഞാൻ എന്താ ഓർത്തേ, ടീച്ചർ ആവണം, മമ്മി പറഞ്ഞതുപോലെ ടീച്ചറായിട്ട് എനിക്ക് വിവാഹമൊക്കെ കഴിച്ചു. നമ്മുടെ മനസ്സിൽ അങ്ങനെയല്ല. എൻ്റെ മമ്മിയാണ് എൻ്റെ റോൾ മോഡൽ, അല്ലെങ്കിൽ എൻ്റെ പപ്പയാണ് എൻ്റെ റോൾ മോഡൽ. അപ്പോൾ അവരെ പോലെ ആയി തീരണമെന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം. അപ്പോൾ സിസ്റ്ററുടെ മനസ്സിലും ഇതായിരുന്നു ചിന്ത. പക്ഷേ ഞാൻ ഓർക്കുന്നു, എൻ്റെ മാതാപിതാക്കളിലൂടെ, കുടുംബത്തിലൂടെയാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് പ്രാർത്ഥനാരൂപി കിട്ടുന്നത്, അല്ലേ? ആരാ നമ്മളെ കുരിശ് വരയ്ക്കാൻ പഠിപ്പിക്കുന്നത്? മാതാപിതാക്കൾ. അമ്മയല്ല ആദ്യമായിട്ട് നമുക്ക് കുരിശിലേക്ക് കൈ ചൂണ്ടി ഇതാണ് നിന്റെ ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നല്ല ശീലം എൻ്റെ കുടുംബത്തുണ്ടായിരുന്നു. എന്നും കുർബാനയ്ക്ക് സിസ്റ്റർ ഓർക്കുന്നുണ്ട്, സിസ്റ്ററുടെ ആദ്യ കുർബാന സ്വീകരണം, ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ കഴിഞ്ഞപ്പോൾ തൊട്ട് എല്ലാ ദിവസവും സിസ്റ്റർ മുടങ്ങാതെ പള്ളി പോകും. അപ്പോൾ സിസ്റ്ററുടെ മനസ്സിൽ ഈ സിസ്റ്റർമാരെ കാണുമ്പോണ്ടല്ലോ ചെറുതായിട്ട് തോന്നും, നല്ല രസമുണ്ടല്ലോ ഇവരെ കാണാൻ, നല്ല വെള്ള ഉടുപ്പൊക്കെ ഇട്ട് ഈ മാലാഖമാരെ പോലെ നടക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. ആരോടും പറഞ്ഞില്ലെങ്കിൽ സിസ്റ്റർ ഒരു സൂത്രം പറയാം. ആരും കാണാതെ സിസ്റ്റർ എന്ത് ചെയ്യുമായിരുന്നു അറിയോ? ഒരു ഷോളൊക്കെ എടുത്ത്, കുഞ്ഞിലെ നിങ്ങളുടെ പ്രായത്തിലൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. കാരണം മനസ്സിൽ ഇങ്ങനെ പറയില്ലേ? നിങ്ങൾക്കില്ലേ അങ്ങനെ? ഉണ്ടോ? സിസ്റ്റർ കള്ളാണോ പറഞ്ഞേ? സിസ്റ്റർ അങ്ങനെ ചെയ്യുമായിരുന്നു. ആരും കാണാതെ കണ്ണാടിയിലൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. കാരണം എന്താ? ഉള്ളിൻ്റെ ഉള്ളിൽ അവരെ കാണുമ്പോൾ, ഒരു സിസ്റ്ററിനെ കാണുമ്പോൾ എവിടെ നിന്നൊരു ആഗ്രഹം വരുമായിരുന്നു. ഞാൻ ഓർക്കും, ആ സിസ്റ്റർ വാസ് വെക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഈശോ എവിടെയാണ് നമ്മൾ കുർബാനയിൽ കാസയിലും പിലാസയിലല്ലേ ഈശോ വരുന്നത്, എഴുന്നള്ളി വരുന്നത്. ഞാൻ ഓർക്കുമായിരുന്നു, ദൈവമേ ആ സിസ്റ്റർമാർക്ക് എന്തൊരു ഭാഗ്യമാണ് ആ കാസയും പിലാസയും ഒക്കെ പിടിക്കാൻ പറ്റുന്നത്. നമുക്ക് കാണാനല്ലേ പറ്റുള്ളൂ. അച്ഛന്മാരും സിസ്റ്റർമാരും പിടിക്കുന്ന പോലെ പിടിക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അപ്പോൾ ഞാൻ അന്ന് ഈശോയോട് പറയുമായിരുന്നു, ഈശോയെ ഈ വിരലുകൊണ്ടെങ്കിലും ആ കാസയും പിലാസയും ഒന്ന് തൊടുവാൻ എനിക്ക് പറ്റുമായിരുന്നെങ്കിൽ എത്രയോ വലിയ ഭാഗ്യമായിരുന്നെന്ന് സിസ്റ്റർ ഓർക്കുമായിരുന്നു. പക്ഷെ കുഞ്ഞിലേ തൊട്ട് എന്തുണ്ടായിരുന്നു? ഈ ചെറിയൊരു ആഗ്രഹം. പലരുണ്ട് സിസ്റ്ററുടെ ജീവിതത്തിൽ ഈ വഴി സിസ്റ്റർക്ക് കാണിച്ചു തന്നത്. നമ്മുടെ വികാരി അച്ഛന്മാർ, നമ്മുടെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യാൻ വരുന്ന ബ്രദേഴ്സ്, കാറ്റിസം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, സിസ്റ്റേഴ്സ്, നമ്മുടെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ അപ്പച്ചനമ്മച്ചിമാരൊക്കെ ഇല്ലേ വീട്ടിൽ, അവരൊക്കെ മാലാഖമാരുടെയും വിശുദ്ധരുടെയും കഥയൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്? അതുപോലെ ഒരു വിശുദ്ധയായി തീരണം, അല്ലേ? അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. ഇതുപോലെ സിസ്റ്റർ കുഞ്ഞിലെ ആ ആഗ്രഹം, ആ കനലുണ്ടായിരുന്നു. പക്ഷെ ആരും അത് പ്രോത്സാഹിപ്പിക്കാനുണ്ടായില്ല. ഉണ്ട് മനസ്സിലാ ഇഷ്ടം ആ സിസ്റ്ററിനെ കാണുമ്പോൾ ഒക്കെ. പക്ഷെ സിസ്റ്റർ ആണോ എന്ന് അങ്ങനെ വിചാരിച്ചില്ല. 10ാം ക്ലാസ്സിൽ സിസ്റ്റർ തമാശയ്ക്ക് പറഞ്ഞു, അമ്മ ഞാൻ പോട്ടെ, സിസ്റ്റർ ആവാൻ പോട്ടെ എന്ന് ചോദിച്ചു. അപ്പം എല്ലാവരും ഒരുമിച്ച് എന്താ പറഞ്ഞതെന്നറിയോ? നിനക്ക് വല്ല വട്ടുമുണ്ടോ, നീ മടത്തിപ്പോയാ? നിങ്ങളോടും പറയുന്ന സെയിം ഡയലോഗാണ് എന്നോടും പറഞ്ഞേ. എന്താ മടത്തിപ്പോയാ മടം മുടിയും. പക്ഷെ ഇതുവരെ മടം മുടിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ എന്തുണ്ടാവുക? ആ മടം ഇളകി മറിയും. അങ്ങനെ പലതും. നീ ചാടി പോരൊരു മിനിറ്റ് പോലും എനിക്ക് മടത്തി നിൽക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ശരിയാ 10ാം ക്ലാസ്സിലല്ലേ, അതൊക്കെ വിട്ടു. പിന്നെ സിസ്റ്റർ +2 പഠിക്കാൻ പോയി. +2 പഠിച്ചു. അപ്പോൾ സിസ്റ്റർ +2 ആയപ്പോഴേക്കും അടിച്ചു പൊളിച്ച് ജീവിച്ചു തുടങ്ങി, അല്ലേ? നല്ല ഫ്രണ്ട്സായിട്ടും എല്ലാം ലൗകികമായി പോയി. അപ്പോഴേക്കും കുറേശ്ശെ എന്നാ നമ്മൾ
ആ ഈശോയിൽ നിന്ന് ആ അടുപ്പം ഇച്ചിരി കുറഞ്ഞു തുടങ്ങി. പിന്നെ സ്വപ്നങ്ങളായി, ദൈവമേ വീട് മേടിക്കണം, ബോംബെയിൽ സിസ്റ്റർക്ക് ഒരു വീട് ഫ്ലാറ്റ് മേടിക്കണം. പിന്നെ എന്തായിരുന്നു സ്വപ്നം? കല്യാണം കഴിച്ച് എത്ര മക്കൾ വേണമെന്നായിരുന്നു അറിയാം സിസ്റ്ററുടെ ആഗ്രഹം? 4 മക്കൾ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മക്കളുടെ പേര് പോലും സിസ്റ്റർ ഡിസൈഡ് ചെയ്ത്. അങ്ങനെ സ്വപ്നം കണ്ട് ഫുൾ ടൈം പറയില്ലേ, ഒരു സ്വപ്ന ലോകത്ത് പാറി പറഞ്ഞ് നടക്കുന്ന സമയത്താണ് ആര് വിളിച്ചത്? എന്നെ വിളിച്ചു. എങ്ങനെയാ വിളിച്ചതെന്ന് അറിയണോ നിങ്ങൾക്ക്? ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഫെബ്രുവരി 24-ാം തീയതി. ഒരിക്കലും സിസ്റ്റർ മറക്കില്ല ആ ദിവസം. ഇന്നും 24-ാം തീയതികൾ വരുമ്പോൾ എൻ്റെ മനസ്സിൽ ആ ഓർമ്മകൾ വരും. സിസ്റ്റർ ഫെബ്രുവരി 24-ാം തീയതി കുർബാനയ്ക്ക് പോയപ്പം മാതാവിൻ്റെ രൂപത്തിൽ, ഗോരേഗാവാണ് സിസ്റ്ററുടെ ഇടവക, ആ മാതാവിൻ്റെ രൂപത്തിൽ, ആ പള്ളിയുടെ മാതാവിൻ്റെ രൂപത്തിൽ മുന്നിൽ സിസ്റ്റർ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടല്ലോ, ആ മാതാവ് എന്നോട് സംസാരിക്കുന്നതായിട്ട് സിസ്റ്റർക്ക് തോന്നി. ആ മാതാവ് എന്നാ സിസ്റ്ററിനോട് പറഞ്ഞതെന്ന് അറിയോ? എന്നോട് പറയുക, നീ എൻ്റെ മോളാ, നീ ഇങ്ങ് പോരെ, നീ എൻ്റെ മോളാ, നീ ഇങ്ങ് പോരെ. അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ സ്വപ്നമാണോ കാണുന്നത്, എന്താ ചെയ്യുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. സിസ്റ്റർ ഇങ്ങനെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. നീ എൻ്റെ മോളാ. ആദ്യ കുർബാന സ്വീകരിക്കേണ്ട സമയമാവൂലേ കുർബാനയിലെ? അപ്പോൾ കൂട്ടുകാരി തോണ്ടി വിളിച്ചു, നീ വരുന്നില്ലേ കുർബാന സ്വീകരിക്കാൻ? അതുപോലും സിസ്റ്റർ മറന്നുപോയി, വേറൊരു ലോകത്ത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ആരോടെങ്കിലും പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ല. ഒരാഴ്ച സിസ്റ്റർ ഇത് ആരോടും പറഞ്ഞില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സിസ്റ്ററുടെ മമ്മിക്ക് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ട്, ഇവിടെ സംസാരിക്കുന്നില്ല, ഭക്ഷണം കുറച്ച് കഴിക്കുന്നു, ചിരിക്കുന്നില്ല, TV കാണുന്നില്ല, വേറെ ഏതോ ലോകത്താണ്. അപ്പോൾ മമ്മി സ്വാഭാവികമായിട്ട് ഡിഗ്രി, സിസ്റ്റർ BSW ആണ് പഠിച്ചത്, ബാച്ചിലേഴ്സ് ഇൻ സോഷ്യൽ വർക്ക്, സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ഇത് സംഭവിക്കുന്നത്. അപ്പോൾ മമ്മി ഓട്ടോമാറ്റിക്കലി എന്ത് വിചാരിക്കും? ഇവൾക്ക് എന്തുണ്ട്? എന്തോ ചുറ്റിക്കളിയുണ്ട്, എന്തോ ലൈനുണ്ട്, എന്തോ പ്രശ്നമുണ്ട്. കുറേ ചോദ്യം ചെയ്ത് അവസാനം സിസ്റ്റർ പറഞ്ഞേ, അമ്മ ഞാൻ മടത്തിപ്പോട്ടെ എന്ന് ചോദിച്ചു. എന്താ ചോദിച്ചേ? ആദ്യം പറഞ്ഞു പൊക്കോളം പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷമായി സിസ്റ്റർക്ക്. പിറ്റേ ദിവസം പപ്പോടും പറഞ്ഞു, ചേട്ടനോടും പറഞ്ഞു. ആകെ ബഹളം, വീട്ടിൽ പറയില്ല, ഒരു യുദ്ധമായിരുന്നു വീട്ടിൽ. അതാണ് ഞാൻ ഓർത്തത് എന്തായി സംഭവം. ആദ്യം പൊക്കോളം പറഞ്ഞ അമ്മ എന്താ, ഇന്നലെ ഞാൻ പറഞ്ഞ ഇതിൽ മമ്മി പേടിച്ചു പോയി. അതായത് മടത്തി പോണ്ടാന്ന് പറഞ്ഞാൽ ഇവളെ എന്നെ എങ്ങാനും എന്തെങ്കിലും ചെയ്താലോ എന്ന് ഓർത്ത് വീട്ടിൽ തന്നെയല്ലേ ഉള്ളൂ, പൊക്കോ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പപ്പയും ചേട്ടനും വന്നപ്പോൾ ധൈര്യമായി പറഞ്ഞു പോണ്ട. മക്കളെ സിസ്റ്റർ ഓർക്കുക, ആ ദിവസം തൊട്ട് സിസ്റ്റർ വരെ സഹനത്തിലൂടെ കടന്നു പോയൊരു ദിവസമാണ്. എന്തിനായി സിസ്റ്റർമാരാവുന്നേ? ഈ അൽഫോൻസാമയും യൗപ്രാസമയും ചാവറയച്ചനും ഇവരൊക്കെ നമ്മുടെ അവിടെ ജനിച്ച് ജീവിച്ച് വിശുദ്ധരായവരല്ലേ. സിസ്റ്റർ കുറേ ചിന്തിച്ച് അവസാനം ആരും സപ്പോർട്ടില്ലെങ്കിൽ, ഞാൻ ഓർക്കുന്നു കുറച്ച് വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ സിസ്റ്ററിനെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ബലത്തിലൂടെ അവരൊക്കെ വീട്ടിൽ വന്ന് മാതാപിതാക്കളോട് സംസാരിച്ചു. MSMIയിലെ സിസ്റ്റേഴ്സ് വന്ന് സംസാരിച്ചു. സിസ്റ്ററിനെ അറിയാത്തൊരു സഭയാണ് MSMI, പക്ഷേ ഈശോ അതിനുള്ള വഴിയെല്ലാം കാണിച്ചു തന്നു. അതാ പറയുന്നത്, എല്ലാവരും പറയുന്നൊരു കാര്യം, ദൈവവിളി എന്താണെന്നറിയോ മക്കളെ? ദൈവവിളി ഒരു രഹസ്യമാണ്. എന്താണ് ദൈവവിളി? ഒരു രഹസ്യമാണ്. നിന്റെ കഴിവോ നിന്റെ ബലമോ നിന്റെ കുടുംബ മഹിമയോ ഒന്നും നോക്കില്ല. ഒറ്റൊരു കാര്യമുള്ളൂ, ദൈവത്തിന് നിന്നെ ഇഷ്ടമായോ ദൈവം എന്ത് ചെയ്യും? നിന്നെ വിളിക്കും. നിന്റെ പാപോ നിന്റെ കുറവോ ഒന്നും നോക്കില്ല. പക്ഷെ ഇക്കാലത്ത് ദൈവവിളി എന്താ? ഒരു വെല്ലുവിളിയാണ് അല്ലേ മക്കളെ? ഈ നിമിഷം നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടെന്ന്. ആരും ചിലപ്പോൾ പ്രോത്സാഹിപ്പിക്കാനൊന്നും ഉണ്ടാവില്ല. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ, ഈശോയ്ക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഈശോയ്ക്ക് കൈകളുണ്ടോ? ഇപ്പോൾ നിൻ്റെ അടുത്ത് വന്നൊരു എന്തെങ്കിലും തരാനായിട്ട് ഈശോയ്ക്ക് ഇപ്പോൾ കൈയുണ്ടോ? ഈശോയ്ക്ക് നമ്മളോട് സംസാരിക്കണമെങ്കിൽ നാവുണ്ടോ? എൻ്റെ വീട്ടിലേക്ക് വരണമെങ്കിൽ ഈശോയ്ക്ക് പാദങ്ങളുണ്ടോ? ഇല്ല. ഈശോ ചോദിക്കുന്നത് എൻ്റെ കയ്യാ, ഈശോ ചോദിക്കുന്നത് എൻ്റെ നാവാ. എൻ്റെ പാദങ്ങൾ ആർക്ക് വേണ്ടത്? ഈശോയ്ക്ക് വേണ്ടത്. എല്ലാവരും ജീവിക്കുന്ന പോലെ ഞാനും അങ്ങനെ ജീവിക്കാം അല്ല. എന്നെക്കുറിച്ച് ദൈവത്തിനൊരു, ജെറമ്യ പ്രവാചകൻ എന്താ പറയുന്നേ? നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനുള്ളതല്ല നിന്റെ ക്ഷേമത്തിനുള്ളത്. ഒരുമിച്ചൊന്ന് പറഞ്ഞേ, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനല്ല നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതി. ഇനി നിങ്ങളുടെ ദൈവവിളി തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുമ്പോൾ ഈശോയെ സ്വീകരിക്കില്ലേ? അപ്പോൾ ഈശോയോട് പറയണം, ഈശോയെ എൻ്റെ ദൈവവിളി തിരിച്ചറിയാൻ എന്നെ സഹായിക്കണം. ഇന്ന് തൊട്ട് നിങ്ങൾ നല്ലൊരു തീരുമാനം എടുക്കണം. ഈശോയെ സ്വീകരിച്ചാൽ ഉടനെ എന്ത് ചോദിച്ചാലും ഈശോ തരും. സിസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാ, ഈശോയെ എന്നെ നിന്റെ മണവാട്ടിയാക്കി മാറ്റണമേ. ദൈവവിളി ലഭിച്ചപ്പോൾ അതിൻ്റെ
സിഗ്നൽ ലഭിച്ചപ്പോൾ സിസ്റ്റർ പ്രാർത്ഥിച്ചത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് സിസ്റ്റർ ആവണം, അച്ഛനാവണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കണം? ഈശോയെ എന്നെ നിന്റെ വേലയ്ക്കായി വിളിക്കണമേ എന്ന് ഈശോയെ സ്വീകരിച്ച ഉടനെ പറഞ്ഞ് ഈശോ നിങ്ങളുടെ എല്ലാ ആഗ്രഹവും സാധിച്ചു തരും. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം, സഭയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ജീവിച്ച് സഭയ്ക്കും കുടുംബത്തിനെല്ലാം നമ്മൾ എന്തായി മാറണം? ഒരു അനുഗ്രഹമായി മാറണം. ഓക്കെ, എനിക്കറിയില്ല സിസ്റ്ററുടെ ദൈവം എത്രത്തോളം നിങ്ങൾക്ക് പ്രചോദനം നൽകിയെന്ന്. പക്ഷെ സിസ്റ്റർ കുറച്ചു കാലം ഈ സന്യാസ ജീവിതത്തിലായുള്ളൂ. പക്ഷെ ആ സന്യാസത്തിൻ്റെ സൗന്ദര്യവും ആ മാധുര്യം ആസ്വദിച്ചുകൊണ്ടാണ് സിസ്റ്റർ നിങ്ങളോട് പറയുന്നത്. സഹനം മാത്രമല്ല, അവിടെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ആരുടെ കൂടെയാണ് ജീവിക്കുന്നത്? ഈശോയുടെ കൂടെയാണ് ജീവിക്കുന്നത്. ഒറ്റയ്ക്കല്ല. ആരുണ്ട് എൻ്റെ കൂടെ? ഈശോ ഉണ്ട് എൻ്റെ കൂടെ. അപ്പം നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ച് ഏതാണ് എൻ്റെ ജീവിത അന്തസ്സെന്ന് ഈ കുഞ്ഞു നാൾ മുതൽ സ്വപ്നം കാണണം. സ്വപ്നം കണ്ട് അത് ഈശോയ്ക്ക് കൊടുത്താൽ ഈശോ ആ സ്വപ്നം യാഥാർത്ഥ്യമായി മാറ്റും. സിസ്റ്റർ നല്ലൊരു കൈയടി കൊടുത്ത് നന്ദി പറയാം. നമ്മൾ ഈ ദൈവവിളി എന്ന് പറയുമ്പോൾ അച്ഛനാകാനും സിസ്റ്ററാകാനും മാത്രമല്ല, അതിൻ്റെ മുമ്പേ വേറെ കുറേ കാര്യങ്ങളും കൂടി ഉണ്ട്. ദൈവവിളി എന്ന് പറയുമ്പോൾ നമുക്ക് 3 തലത്തിലാകാം. ആദ്യമായിട്ട് ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ് ഒരു നല്ല മനുഷ്യനാകാൻ, ഒരു നല്ല മിടുക്കി, അല്ലെങ്കിൽ നല്ല മിടുക്കനാകാൻ, അല്ലേ? നല്ല മനുഷ്യൻ ആർക്ക് വേണമെങ്കിലും ആകാം. ഈ ഭൂമിയിൽ എല്ലാവരും നല്ലവരായി തീരണമെന്ന് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പം നന്നായി നമ്മൾ വേണം ജീവിക്കാൻ. അതിനാണ് ഇംഗ്ലീഷിലൊരു പ്രോവേർബ് ഉണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്, ടു ലിവ് ആൻഡ് ടു ലെറ്റ് ലിവ്. സ്വയം ജീവിക്കുക, മറ്റുള്ളവരെ ജീവിക്കാനും അനുവദിക്കുക, കേട്ടോ. അപ്പം ഇതിന് ഏറ്റവും വലിയ മാതൃകയാണ് നമ്മുടെ ഈശോ, അല്ലേ? നിങ്ങളെല്ലാം ഈശോയുടെ മക്കളായതുകൊണ്ട് ഈശോ തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ മാതൃക. ഈശോ ഭൂമിയിലുണ്ടായിരുന്ന സമയം, പ്രത്യേകിച്ച് ഈശോയുടെ 3 വർഷത്തിലെ കാലഘട്ടം, ഈശോ ഇങ്ങനെ ശുശ്രൂഷ ചെയ്ത് നടന്നില്ലെങ്കിൽ രോഗികളൊക്കെ സുഖപ്പെടുത്തി ഇങ്ങനെ മിനിസ്ട്രി ചെയ്ത് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഈശോ ആരെങ്കിലും ഉപദ്രവിച്ചോ? ഈശോ ആരും വേദനിപ്പിച്ചോ? ഇല്ല. ഈശോ ആർക്കും ഒരു ഉപദ്രവം, ഒരു വേദന ചെയ്തില്ല. മറിച്ച് ഈശോ അവരെ അനുഗ്രഹിച്ചു, അവരെ സുഖപ്പെടുത്തി, അല്ലേ? അപ്പം ആദ്യത്തെ നമ്മുടെ ഒരു വിളിയാണ് നല്ലൊരു മനുഷ്യനായി തീരുക, നല്ലൊരു മിടുക്കനും ഒരു മിടുക്കിയും, ആർക്കും എപ്പോഴും നന്മ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും ഒരു അനുഗ്രഹം. എല്ലാവർക്കും എന്ന് പറയുമ്പോൾ നിങ്ങളായിരിക്കുന്ന കുടുംബത്തിലും, നിങ്ങളായിരിക്കുന്ന സമൂഹത്തിലും, നമ്മളുടെ ഇച്ചും കൂടി വിശാലമായി ചിന്തിക്കുമ്പോൾ ഈ ലോകം മുഴുവനും, പിന്നെ നമ്മുടെ കത്തോലിക്ക സഭയ്ക്കും, പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നിങ്ങളായിരിക്കുന്ന സ്കൂളിലും നിങ്ങൾ എപ്പോഴും ഒരു അനുഗ്രഹമായി തീരണം. ഇനി രണ്ടാമത്തെ ദൈവവിളിയാണ് ദൈവത്തിൻ്റെ മകനും ആകാൻ, അല്ലേ? ടു ബി ദ ചൈൽഡ് ഓഫ് ഗോഡ്. ഇനി ഇതിനെക്കുറിച്ച് നമുക്കറിയാം, ഈശോ ആരായിരുന്നു? ഈശോ ജീവിച്ചിരുന്നപ്പോൾ ഈശോ പറയുമായിരുന്നു, ഞാൻ ആരുടെ പുത്രനാണെന്ന് ഈശോ പറഞ്ഞുകൊണ്ടിരുന്നേ? ഈശോ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞു. ഈശോ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പുത്രൻ ആരുടെ ഹിതമാണ് നിറവേറ്റുന്നേ? ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റും, അല്ലേ? എന്ന് പറഞ്ഞ പോലെ നിങ്ങളൊക്കെ ആരുടെ പിള്ളേരാ? ഈശോയുടെ പിള്ളേരാണ്, അല്ലേ? നിങ്ങൾക്ക് പപ്പയും മമ്മിയുണ്ട്, നിങ്ങളുടെ പപ്പയും മമ്മിയുടെയും പിള്ളേരാണ്, ശരിയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ആദ്യമായിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ മകനുമാണ്, അല്ലേ? പിന്നെ ഏത് കൂദാശയിലൂടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ മകനാകുന്നേ? മാമോദീസ എന്ന കൂദാശയിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ മകനും പിന്നെ തിരുസഭയുടെ അംഗമായി തീർന്നു. അപ്പം ഈശോ ദൈവത്തിൻ്റെ പുത്രനായിരുന്നു. അപ്പം ഈശോ എന്താ ചെയ്തേ? എല്ലാം ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ചെയ്തു. നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് വചനത്തിൽ വായിച്ചു നോക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 34-ാം വാക്യം ഫ്രോമി നമുക്ക് വായിച്ച് കേൾപ്പിക്കും. യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. ഓക്കെ, വെരി ഗുഡ്. ഇരുന്നോ. അപ്പം ഈശോ പറയുന്നു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുകയും ആണ് എൻ്റെ ഭക്ഷണം, അല്ലേ? നമ്മൾ എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? ശക്തി കിട്ടാൻ, അല്ലേ? നന്നായി പഠിക്കാൻ, നന്നായി ജോലി ചെയ്യാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പം ഈശോയ്ക്ക് ഭക്ഷണം പോലും അതാണ് എന്ത്? ദൈവഹിതം നിറവേറ്റാം. ഈശോയ്ക്ക് ഈ ദൈവഹിതം നിറവേറ്റുമ്പോഴാണ് ശക്തി കിട്ടുന്നത്. നമുക്ക് അങ്ങനെയാണോ? നമ്മൾ ഇന്നുവരെ അങ്ങനെ പരിശ്രമിച്ചിട്ടില്ല, അല്ലേ? നമ്മൾ വിചാരിക്കും കുറേ ഭക്ഷണം കഴിച്ച് കുറേ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് ശക്തി കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യം കിട്ടുന്നത്. അല്ല, ദൈവഹിതം നിറവേറ്റുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടി ആത്മീയമായിട്ടുള്ള ശക്തിയും ആത്മീയമായിട്ടുള്ള ഉണർവും നമുക്ക് കിട്ടും. അപ്പം അതാണ് ദൈവം. അപ്പം ദൈവ പൈതൽ, അല്ലെങ്കിൽ ദൈവ മകനുമായി നിങ്ങൾ ഓരോരുത്തരും ആരുടെ ഇഷ്ടം നിറവേറ്റട്ടെ? ആരുടെ ഇഷ്ടം നിറവേറണ്ടേ? ഈശോയുടെ ഇഷ്ടമാണ് നിറവേറേണ്ടത്. ഇപ്പം നിങ്ങൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷെ അത് പെട്ടെന്ന് മനസ്സിലാകത്തില്ല.
അപ്പൊ ആരിലൂടെയാണ് ഈശോ അത് മനസ്സിലാക്കി തരുന്നത്? വെരി ഗുഡ്, മാതാപിതാക്കളിലൂടെയാണ് മനസ്സിലായി. അതുകൊണ്ടാണ് പറയുന്നത് കുഞ്ഞുങ്ങളായി നമ്മളെല്ലാവരും ആരെ അനുസരിക്കണം? മാതാപിതാക്കളെ അനുസരിക്കും. മാതാപിതാക്കളെ അനുസരിച്ച് ഇന്ന് വരെ ഒരു കുഞ്ഞിനും ഒരു പ്രശ്നവും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പം നിങ്ങൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ ദൈവവിളി. എന്താണ് നമ്മുടെ രണ്ടാമത്തെ ദൈവവിളി? ദൈവത്തിൻ്റെ മകനും മകളായി തീരാൻ. ആദ്യത്തെ ദൈവവിളി എന്താണ്? നല്ലൊരു മനുഷ്യനായി, നല്ലൊരു മകളും നല്ലൊരു മകനായി ഈ ഭൂമിയിലും നമ്മുടെ സ്കൂളിലും നമ്മുടെ കുടുംബത്തിലും തിരുസഭയിലൊക്കെ നന്നായി ജീവിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഇടവകയിലാണെങ്കിലും നമ്മൾ നന്നായി നല്ലൊരു മകനും മകളായി നമ്മൾ ജീവിക്കണം. ഇനി മൂന്നാമത്തെയാണ് നമ്മൾ പറയുന്നത് ജീവിത അന്തസ്സ്. ഓക്കെ, ഈ ജീവിതാന്തസ്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ 3 തരത്തിലുള്ള ജീവിതാന്തസ്സാണ് നമുക്ക് തിരുസഭയിൽ അല്ലെങ്കിൽ കത്തോലിക്ക സഭയിൽ നമുക്ക് ഉള്ളത്. ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇല്ല. ആദ്യമായിട്ടാണ് വിവാഹം എന്ന കൂദാശ, രണ്ടാമത്തെ തിരുപ്പട്ടം, ഇല്ലെങ്കിൽ പിന്നെ സന്യാസം കൂടിയുണ്ട്. മൂന്നാമത്തെയാണ് ഏകസ്ഥ ജീവിതം. അപ്പോൾ ഈ മൂന്നാമത്തെ കുറിച്ച് ആദ്യമേ സിസ്റ്റർ പറയാം. ഏകസ്ഥ ജീവിതം നമുക്ക് തിരുസഭയിലുണ്ട്, നമുക്ക് തന്നെ ജീവിക്കാം, അങ്ങനെ ഒത്തിരി പേര് ഈ ഭൂമിയിലുണ്ട്. പക്ഷേ പൊതുവേ നമ്മൾ നോക്കുമ്പോൾ ആരും അതിനെ നമ്മളെ പ്രോത്സാഹിപ്പിക്കില്ല. ബിക്കോസ് നമ്മൾ തന്നെ ജീവിക്കണം, വീട്ടിൽ തന്നെ ആയിരിക്കണം, എവിടെ പോയാലും നമ്മൾ തന്നെ പോകണം. തിരുസഭയിൽ അത് പ്രശ്നമല്ല, നമുക്ക് എല്ലാവരും പെർമിഷൻ തന്നിട്ടുണ്ട്. പക്ഷെ പൊതുവെ സൊസൈറ്റിയിൽ ഇല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമുക്ക് വലിയൊരു എൻകറേജ്മെൻറ്റ് അതിന് കിട്ടാറില്ല. ഇനി മറ്റ് 2 ജീവിതാന്തസ്സാണ് വിവാഹം എന്ന കൂദാശയും പിന്നെ സന്യാസവും പൗരോഹിത്യം. അതിനെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം. ഈ വിവാഹം എന്ന കൂദാശ എന്ന് പറഞ്ഞാൽ, വിവാഹം എന്ന കൂദാശയിലൂടെ ഇപ്പം നിങ്ങളുടെ പപ്പയും മമ്മിയും ഒക്കെ വിവാഹം എന്നൊരു കൂദാശയാണ് സ്വീകരിക്കുന്നത്. അതിലൂടെ അവരെന്ത് ചെയ്യുന്നു? ദൈവം അനാദിയിൽ തുടങ്ങി വെച്ച ആ സൃഷ്ടികർമ്മത്തിൽ അവർ പങ്കുചേരുന്നു, അല്ലേ? അങ്ങനെയാണ് നിങ്ങളെല്ലാവരും ഈ ഭൂമിയിലേക്ക് വന്നത്. ഓക്കെ, അതാണ് വിവാഹം എന്ന കൂദാശയിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെ സ്നേഹത്തിലും ഐക്യത്തിലും പരസ്പരം പങ്കുവെച്ച് ജീവിക്കാനാണ് അതിലൂടെ ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇനി പൗരോഹിത്യത്തിലൂടെയും സന്യാസ ജീവിതത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് തന്നെയാണ് മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാൻ, അല്ലേ? ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഇടവകയിലെ നമ്മുടെ വികാരിയച്ഛൻ, അല്ലേ, എല്ലാ ദിവസവും രാവിലെ എത്ര ക്ഷീണവും എത്ര മടുപ്പുണ്ടെങ്കിലും അവർ രാവിലെ എഴുന്നേറ്റ് വരും, നമുക്ക് വേണ്ടി ബലി അർപ്പിക്കും, അല്ലേ? നമ്മൾ പിന്നെയൊക്കെ കുർബാനയുടെ ഇടയ്ക്ക് നമ്മൾ ഇരിക്കും. അച്ഛന്മാർ എപ്പോഴും ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. ആകെ അവർ നമ്മൾ ലേഖനം വായിക്കുമ്പോഴായിരിക്കും അവർ ഇരിക്കുന്നത്. അത്രയും സമയം ത്യാഗത്തോടെ നിന്നുകൊണ്ടാണ് നമുക്ക് വേണ്ടി അത്രയും മണിക്കൂർ നിന്ന് ബലി അർപ്പിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അല്ലേ? അപ്പം അതാണ് പൗരോഹിത്യത്തിലൂടെ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന, അല്ലെ, ഇടവകയിലെ ജനങ്ങളെ ഈശോയിലേക്ക് നയിക്കാനാണ് പൗരോഹിത്യം എന്ന ശുശ്രൂഷയിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. ഇനി വേറെയൊരു ജീവിതാന്തസ്സാണ് സന്യാസം, അല്ലേ? സന്യാസത്തിലൂടെ ഈശോ ആഗ്രഹിക്കുന്ന അത് തന്നെയാണ്. വിവിധ ശുശ്രൂഷകൾ ഇപ്പം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സ്കൂളുകളിൽ നിങ്ങൾ സിസ്റ്റർമാർ പഠിപ്പിക്കുന്നില്ലേ? ഇടവകയിൽ കാറ്റീസം നിങ്ങളെ കുറേ സിസ്റ്റേഴ്സ് പഠിപ്പിക്കുന്നില്ലേ, അല്ലേ? ഇനി നിങ്ങൾ ചില ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നഴ്സുമാരായിട്ടും ഡോക്ടർമാരായിട്ടും ഒക്കെ ആരാ ഉള്ളേ? സിസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ പാവങ്ങളെ ശുശ്രൂഷ ഏറ്റവും വലിയ എക്സാമ്പിളാണ് മദർ തെരേസ, അല്ലേ? നിങ്ങൾ മദർ തെരേസ കണ്ടില്ലേ? കുഞ്ഞുങ്ങളെയൊക്കെ കയ്യിലെടുത്ത് എത്ര ഓമനത്തോടെയാണ് മദർ തെരേസ അവരെ പിടിക്കുന്നത്, അല്ലേ? അപ്പം അങ്ങനെ വിവിധ ശുശ്രൂഷയിലൂടെ സന്യാസികൾ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് നിങ്ങൾക്ക് ഈ ലോകത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. പഠനത്തിലൂടെ രോഗ ശുശ്രൂഷയിലൂടെ ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അതാണ് സന്യാസത്തിലൂടെ ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ വിവിധ ശുശ്രൂഷയിലേക്കാണ് ഈശോ നമ്മളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലേ? അതിനാണ് നമ്മൾ ഈ ജീവിത അന്തസ്സ് എന്ന് പറയുന്നത്. അപ്പം അതിനു വേണ്ടി ഇപ്പം നമ്മൾ നേരത്തെ സിസ്റ്റർ റിനിയുടെ കേട്ടു. അപ്പം സിസ്റ്റർ പറഞ്ഞു തന്നെ എപ്പം തൊട്ട് സിസ്റ്റർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയേ? വലുതായി പിന്നെയാണോ? സിസ്റ്റർ ആയി കഴിഞ്ഞിട്ടാണോ? അല്ല, കുഞ്ഞായിരുന്നപ്പം തൊട്ട്. ഇപ്പം നിങ്ങളുടെയൊക്കെ പ്രായം അതിനു വേണ്ടിയിട്ടാണ്. ഇപ്പം തൊട്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയുടെ സമയത്താകാം, ഇടവകയിൽ നിങ്ങൾ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ആകാം, ഇല്ലെങ്കിൽ ചിലപ്പം കാറ്റീസം ക്ലാസ് നിങ്ങൾക്ക് പ്രെയർ ഗ്രൂപ്പൊക്കെ കാണും, അല്ലേ? അപ്പം ആ സമയത്തൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം. തീഷ്ണതയോട് ഈശോയെ, എനിക്കും എൻ്റെ ദൈവവിളി എന്താണ് എന്ന് എനിക്ക് തിരിച്ചറിയാം. എല്ലാവരെയും ഈശോ സന്യാസത്തിലേക്ക് വിളിച്ചിട്ടില്ല, എല്ലാവരെയും ഈശോ വിവാഹം എന്ന കൂദാശയിലേക്ക് വിളിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ നേരത്തെ ബോൾസിൻ്റെ ഗെയിം കളിച്ചു, തെർമോക്കോൾ ബോൾസിൻ്റെ, അല്ലേ? അപ്പം ആ കളറുള്ള ആ കളർ ഇത് മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ കളിച്ച് എന്ന് പറഞ്ഞ പോലെ എന്തിനാണോ ഈശോനെ ഭൂമിയിലേക്ക് അയച്ചത് അത് നിറവേറ്റാനാണ് നമ്മൾ തയ്യാറാകേണ്ടത്. നമ്മളെക്കാൾ മുൻപേ ദൈവവിളി തിരിച്ചറിഞ്ഞ് വിശ്വാസത്തിൽ ജീവിച്ച വിശുദ്ധരുടെ മാധ്യസ്ഥം യാചിച്ച് നമുക്ക് ഈശോയോട് പാടി പ്രാർത്ഥിക്കാം. അപ്പം നമ്മളിപ്പം ദൈവവിളിയെക്കുറിച്ചൊക്കെ നമ്മൾ
കേട്ടു അല്ലേ? അപ്പോൾ ഇതുപോലെ തന്നെ ഈ ദൈവവിളി തന്നെ മുന്നോട്ട് ഇങ്ങനെ നമ്മളെക്കാളും മുമ്പേ വിശ്വാസത്തിലും ധീരതയോടും ദൈവത്തിൻ്റെ വിളി തിരിച്ചറിഞ്ഞ് ജീവിച്ച കുറേ വിശുദ്ധരും വിശുദ്ധാത്മാക്കളും ഉണ്ട്. അപ്പോൾ അവരുടെ ഒപ്പം നമുക്കും പാടി ഈശോയെ സ്തുതിച്ചാലോ? നമ്മുടെ ദൈവവിളി തിരിച്ചറിയാൻ അവരുടെ സഹായം നമുക്ക് ആവശ്യമല്ലേ? ഓക്കെ, അപ്പോൾ സിസ്റ്റർ ഇപ്പം പാടിത്തരുന്ന പാട്ട് നിങ്ങൾ ഏറ്റുപാടാം. ഓക്കെ, ചം 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 പാടിക്കേ. സംസാരിക്കണമെങ്കിൽ, മനസ്സിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ, സമാധാനം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? സ്തുതിയുടെ ജീവിതം നയിക്കണമെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നു.
വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്, പാട്ടുപാടുന്നവൻ എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കുന്നത്? ഇരട്ടി, 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു.